Hello, Namaskaram. You are watching Leotales Niranjana Naushad. Now, in this video, we will look at the pattern of this winged eyes. Winged eyes smudge perfect winged eyes quick tutorial. Keep on watching. First, we will use oiliness. If we already foundation, we will use compact or translucent powder to set it. Now, eye primer, but that's eyeshadow high-end makeup. That's daily wear makeup, just a compact powder and oiliness set it. I will use eyeliner eyeliner thin tip thin lines. This shape first line eyeliner. This is eyeliner precision. Now, this video is a video just corrected just a line neatly varikya. That's simple. That's a thin line. This is our first layer. We tight line. This is our dry thickness. That's second line. That's line. At the wingilot to join Janam, but she thickness etra menangilum kuta. Kanam Nertamla line already on the low. Padine scale bola kanakaki, Adina Portuguda, thickness kuti and Barakia. Once I'll kind any kind of third Pagam Barakia. Namla Kajal Ubioki, but she step and he step Namala outline bola could come one Kandantare. Epidem smudgy in the Presnum where in the every and the channel Kandantare lines Namade wrinkles the volley. Ango take a Kajal smudgy imbedana, epidem kajaling and smudge on the tendency Kanikia. Other body and eyeliner than a Kandan Tarpaga to Bioika. Or a thin line Kandanda Ullal Portake or thin line which Barakia. And the thickness Namka Padaka Kutam Paksha are wrinkles like at the touchy at the Redila or thin line Barakia. Upon eyeliner, I don't have the pattern the dry out, smudgy etilla, and Nalla Uru Kandana shape get the whole ericum. Etra nere eyeliner smudge avilla. This is a രണ്ട് കണ്ണും എളുപ്പം വരയ്ക്കാവുന്നതാണ് ഏറ്റവും thin ആയിട്ട് inner corner ന്ന് വരയ്ക്കുക പുറത്തേക്ക് വരുമ്പോഴത്തേക്കും thickness കൂട്ടി കൊണ്ടുവരാം just ആ wrinkles ൽ ടച്ച് ചെയ്യാതെ വരയ്ക്കുക ആദ്യം ഇച്ചിരി പാടായിട്ട് തോന്നുമെങ്കിലും പിന്നെ ഭയങ്കര precision ഓടെ അത് ചെയ്യാൻ പറ്റും and throughout the day നിങ്ങൾക്ക് smudge ചെയ്യാതെ ഇരിക്കാനും പറ്റും ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഒരു കോൾ ഉപയോഗിക്കുന്നുണ്ട് പ്ലമ്മിന്റെ നേച്ചർ സ്റ്റുഡിയോ കോൾ കാജൽ ഇത് സ്മഡ്ജ് പ്രൂഫ് എന്ന പേരുണ്ട് ഓൾറെഡി അകത്തുള്ള കുറച്ചൊരു വൈറ്റ് ഏരിയ നമ്മുടെ കണ്ണിന്റെ അവിടെ അത് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഐലൈനർ വെച്ച് അവിടെ വരയ്ക്കാൻ പറ്റില്ല കാരണം ലിക്വിഡ് ലൈനർ ആയതുകൊണ്ട് കണ്ണിനകത്തേക്ക് പടരുകയും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ നേരത്തെ ഐലൈനർ വെച്ച് കൊടുത്ത ബോർഡറിനുള്ളിൽ നമ്മൾ ഈ കോൾ ഇട്ടിട്ട് ഫിൽ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഈ കോൾ പെൻസിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഉൾഭാഗം അങ്ങ് ഫിൽ ചെയ്യും അപ്പോൾ ഇപ്പോൾ നല്ല തിക്ക് ആയിട്ട് നമ്മളൊരു ഡാർക്ക് ലൈനർ ഉപയോഗിച്ചിട്ട് അതിനുള്ളിൽ ഒരു ഡാർക്ക് കോൾ കൂടെ വരയ്ക്കുമ്പോൾ ഒരു കറക്റ്റ് ഫിനിഷ് കിട്ടും കോൾ ആണോ ഐലൈനർ ആണോ എന്ന് മനസ്സിലാവത്തില്ല ആൻഡ് ത്രൂ ഔട്ട് ദി ഡേ ഈ ലുക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ജസ്റ്റ് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കണ്ണിന് താഴെ ഇപ്പം ഐലൈനർ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ എന്നാലും നിങ്ങൾ ക്ലോസ് അപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണിന് താഴെ എന്തെങ്കിലും കുറച്ച് ഓയിൽനെസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പൗഡറിൽ അതിപ്പോൾ ഒരു ഇപ്പം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ കോമ്പാക്റ്റ് അതിൽ ജസ്റ്റ് ഒരു ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഗുണം അവിടെ എന്തെങ്കിലും ഓയിൽനെസ് ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടും ഒരു ചെറിയ ബ്രഷ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത് കാരണം നമ്മൾ സ്പോഞ്ച് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഐലൈനറുമായിട്ട് അത് മെസ്സപ്പ് ചെയ്ത് അതിലൊക്കെ കൊണ്ട് പിന്നെ അത് വീണ്ടും പടർന്ന് അപ്പോൾ ചെറിയൊരു ബ്രഷ് നമുക്ക് കൺട്രോൾ കിട്ടുന്ന ഒരു ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ഇവിടെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓയിലിനെസ് കാണുന്ന സ്ഥലങ്ങൾ അപ്പം നമ്മുടെ കറക്റ്റ് ഒരു കോമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തും കൂടെ കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് അവസാനം നമുക്ക് ഞാൻ ഇച്ചിരി കട്ടിക്കാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഐ ലുക്ക് അങ്ങ് പെർഫെക്റ്റ് ആക്കാം
അപ്പോൾ ഇത് വളരെ എളുപ്പമായിരുന്നില്ലേ കണ്ണെഴുതാനായിട്ട്. ജസ്റ്റ് നമുക്ക് കൈ വരയ്ക്കും എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമ്മളിങ്ങനെ മുകളിൽ കൂടെ ഒക്കെ എഴുതാൻ ശ്രമിക്കുമ്പോഴാണ്. ആ കണ്ണിൻ്റെ ലൈനോട് ചേർത്ത് പിടിച്ചങ്ങ് എഴുതുകയാണെങ്കിൽ ഒരു സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു കപ്പിൾ ഓഫ് ടൈംസ് ട്രയൽ ആൻഡ് എറർ ഒക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണ്. കണ്ണിൻ്റെ താഴെ എഴുതുമ്പോൾ ഞാൻ ആ പറഞ്ഞ കൊച്ചു ഹാക്ക് ഓർത്താൽ മതി. അത് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ണിൻ്റെ താഴെയും പടരാതെ എഴുതാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്ക് തീർച്ചയായിട്ടും അതൊക്കെ വായിച്ച് അറിഞ്ഞ് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ.